പക്ഷെ ഇന്ന് ഇത്രയും ദാരുണമായ ഒരു സംഭവം നടന്നപ്പോൾ അതേപറ്റി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒന്നും പറയേണ്ടതില്ല എന്ന് തന്നെയാണോ ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം? ഇവിടെ നിഷ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം എന്റെ വായിൽ നിന്ന് കേൾക്കുന്നു പ്രതീക്ഷിക്കരുത്. വലിയ രീതിയിലേക്ക് പ്രചരിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. എന്താണ് കേരളക്കാർക്ക് പ്രഖ്യാപിക്കുന്ന എന്ത് പ്രഖ്യാപനങ്ങൾ നടത്തിയാലും ഒരു വ്യക്തിയുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപറ്റി ഒരു അക്ഷരം പറയാതെ പോകുന്നതിൽ ഡിവൈഎഫ്ഐക്ക് ഒരു അനൗചിത്യവും തോന്നുന്നില്ല എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? വർഗീയത വേണ്ട, ജോലി മതി എന്ന് പറഞ്ഞ് സംസ്ഥാനം മുഴുവൻ നടന്ന ജാഥ ഉദ്ഘാടനം ചെയ്ത നേതാവല്ലേ താങ്കൾ? എന്നിട്ടും താങ്കൾക്ക് അതിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിട്ട് അതേക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറയാത്തതിൽ ഒരു അനൗചിത്യവും തോന്നുന്നില്ല. എല്ലാവരും മനുഷ്യന്മാർക്കൊക്കെ ഇതിൽ പ്രയാസമുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും പ്രയാസമുണ്ട്. അത് നിഷക്ക് മാത്രം, അല്ലെങ്കിൽ മനോരമ ചാനലിന് മാത്രം, അല്ലെങ്കിൽ ശബരിനാഥനോ വി രാജേഷിനോ UDFനോ BJPക്കോ മാത്രം ഒരു പ്രയാസം എന്നുള്ള രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകരുത്. തൊഴിലില്ലായ്മയും ബന്ധപ്പെട്ട് ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മനോരമ ചർച്ച നടത്തിയിട്ടില്ല, നിഷ കണ്ണീരൊഴുക്കിയിട്ടില്ല. 45 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഉണ്ടായതിനെ പറ്റി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ റിയാസ് തന്നെ അതിഥിയായ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മനോരമ ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോകരുത്. UPSC വഴി തൊഴിലില്ല, കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വഴി തൊഴിലില്ല. അങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള നിയമനങ്ങളിലായാലും അത് റെക്കോർഡാണ്, ഏറ്റവും അധികമാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് 1,41,000-ഓളം പേർക്ക് നിയമനം ശുപാർശ നൽകി കഴിഞ്ഞു. ജോലിയിൽ പ്രവേശിച്ചവരുടെ കണക്കുകളാണല്ലോ അല്ലെ, നിയമന ശുപാർശയുടെ അല്ലല്ലോ. ബോംബുണ്ടെടുക്കട്ടെ, ഒന്നുകൊണ്ടൊന്നും നിൽക്കും തോന്നില്ല. അത് ഉൾപ്പെടെ വരുമ്പോഴും അങ്ങനെ ലിസ്റ്റിൽ വരുന്നവർക്ക് പിന്നീട് ചുരുങ്ങിയ സമയം കൊണ്ട് ജോലി കിട്ടും. വെറുതെ ചിരിപ്പിക്കരുത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഒക്കെ പരിശോധിക്കുമ്പോൾ ഓണാശംസ ഇട്ടിട്ടുള്ളവർ പോലും അനുവിന്റെ കുടുംബത്തിനൊരു അനുശോചനം അറിയിക്കുകയോ അതിലൊരു ആശങ്ക പ്രകടിപ്പിക്കുകയോ ചെയ്തതായി കാണുന്നില്ല. ഒളിഞ്ഞു നോട്ടം പോലെ മറ്റുള്ളവരുടെ ഫേസ്ബുക്ക് നോക്കിയിട്ട് ആരൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പോസ്റ്റ് ഇട്ടില്ല നോക്കുന്ന പണിയല്ല എനിക്കുള്ളത്. താങ്കളുടെ സംഘടനയുടെ നിലപാടാണ് ഞാൻ കൃത്യമായി ചോദിക്കുന്നത്. താങ്കളുടെ സംഘടന ഈ വർഗീയത വേണ്ട, ജോലി മതി എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടനം നടത്തിയവരാണ് ശ്രീ റിയാസ്. സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. താങ്കൾ പോലും ഈ വിഷയത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ PSCയെ കുറിച്ച് പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടിയെടുക്കുന്ന സംസ്ഥാനമാണിത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രകടനം നടത്തിയിട്ടുണ്ട്, പ്രകടനം ഇനി നടത്തുകയും ചെയ്യും. ഇവിടെ നിഷ പോസ്റ്റ് ഇട്ടോ ഇല്ല എനിക്കറിയില്ല, ഞാൻ എത്തി നോക്കിയിട്ടില്ല. മലയാള മനോരമയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? അവർക്കൊക്കെ ദുഃഖമില്ലേ? അവർക്കൊക്കെ സന്തോഷിക്കുകയാണോ? മലയാള മനോരമയുടെ ഉടമ മുതൽ ചർച്ച ചെയ്യാം. 2-3 പിരി എവിടെ ഞങ്ങളല്ല വർഗീയത വേണ്ട, ജോലി മതി എന്ന് പറഞ്ഞ ഈ രാജ്യത്തെ യുവാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് യാത്ര നടത്തിയവർ. അങ്ങനെ യാത്ര നടത്തിയവർ ഈ വിഷയത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ഞാൻ ചോദ്യം ചെയ്തത്. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? എന്നാ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, മലയാള മനോരമയുടെ ഉടമ മുതൽ താഴെ ജീവനക്കാർ വരെ എന്തൊക്കെ പോസ്റ്റ് ഇട്ടെന്ന് നിഷ പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അവർ ഈ മരണത്തിൽ ദുഃഖം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പം. ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ആത്മഹത്യ ചെയ്തപ്പോൾ എന്റെ റിയാസെ, കുരങ്ങിന് വെള്ളം കൊടുക്കണം, പൂച്ചയ്ക്ക് പാൽ കൊടുക്കണം എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രി ഒരു വരി പോലും ആ പത്രസമ്മേളനം നടത്തുന്നത് പറയാത്തതിനെ അങ്ങേപ്പോലുള്ള ചെറുപ്പക്കാരൻ വന്നിരുന്ന് ന്യായീകരിക്കുമ്പോ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം ചെറുപ്പക്കാരിൽ നിന്നും എത്രമാത്രം അകന്നു പോയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ ഒരു ദിവസം ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. എന്തോ കാരണം ഉണ്ടായെന്ന് ഡിവൈഎഫ്ഐക്ക് അഭിപ്രായമുണ്ടോ? ഡിവൈഎഫ്ഐയിലെ ആരും അതിന്റെ അന്വേഷക സംഘത്തിൽ നിലവിലില്ല, ഞാനില്ല, സംസ്ഥാന ഭാരവാഹികൾ ആരുമില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല. എന്തോ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നതല്ല, അതുകൊണ്ടല്ല അങ്ങനെയല്ലേ താങ്കൾ പറയുന്നത്? അതല്ല ഈ ആത്മഹത്യക്ക് കാരണമെന്നല്ലേ? ആത്മഹത്യയുടെ കാര്യം എന്താണെന്ന് പറയാൻ ശബരിനാഥും ആളല്ല, വി രാജേഷും ആളല്ല, നിഷയും ആളല്ല, ഞാനും ആളല്ല. കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. കാരണം ഈ രാജ്യത്തെ ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, തൊഴിൽ കിട്ടാത്തതും തൊഴിലായ്മ രൂക്ഷമാവുന്നത്, അത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. നിഷ ഉദ്ദേശിച്ചതാണെന്ന് എനിക്ക് തോന്നി. വളരെ കറക്റ്റാണ്. UPSC, റെയിൽവേ, ഇതുപോലുള്ള കേന്ദ്ര സംവിധാനങ്ങൾ തൊഴിൽ നൽകാത്തത് വളരെ ഗൗരവ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? കേരളം ചർച്ച ചെയ്യണം. കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാരുണ്ട്, PSC വഴി കുറെ നിയമനം കൊടുക്കുന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാം ഒരുപോലെയാണ്. ആരെല്ലാം തൊഴിൽ നിഷേധിക്കുന്നുണ്ടോ അതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടേ എന്നാണ് എന്റെ ചോദ്യം. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് വ്യക്തമായില്ലേ? അവനത് പറയില്ല, നീ അത് വിടും.